ഇപ്പോഴത്തെ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏത് നേരം വായിച്ചുകൊണ്ടിരിക്കണ ഒരാളാണ്. ഏത് സമയം പുസ്തകമുണ്ട്. ഞാൻ എന്ത് കാര്യം പറയാമെന്നെങ്കിലും ഒരു അരമണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇടയ്ക്കൊരു മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തിനാണ് ഇത്ര ആഴത്തിൽ വായിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ അത്ര ഇതിൻ്റെ ഏത് നേരം പുസ്തകത്തിൻ്റെ ഉള്ളിൽ എന്തിനാന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ചിന്തിക്കാൻ മാത്രമേ എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. കാര്യം എൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചൂടെ. ചില സമയത്ത് ഞാൻ പറയും, വിഷമം കൊണ്ട് തന്നെ ഞാൻ പറയും, കുറച്ച് നേരം നമുക്ക് സിറ്റൗട്ട് പോയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറയും. ഇത് ഇനിയിപ്പോൾ അതാ വന്നിരിക്കുകയാണെങ്കിൽ തന്നെ പുസ്തകം കയ്യിലുണ്ടാവും. എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിലും പുസ്തകം എടുത്തുണ്ടാവും. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ പുസ്തകം എടുത്തു. ഞാൻ പറയും, പുസ്തകം എടുത്തിട്ടാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണ്ട, നമുക്ക് കുറച്ച് സംസാരിക്കാനാണ് ഞാൻ വിളിക്കുന്നത് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ സംസാരിച്ചപ്പോഴും ഇത്രയും ഓർമ്മ നിൽക്കണമെങ്കിൽ അത്രയും അറിവ് വേണ്ട. അപ്പോൾ ഇത്രയും അറിവ് ഉണ്ടെന്ന് ഇപ്പോഴും അല്ല, അറിവുള്ള ആൾ തന്നെയാണ്, അതെനിക്കറിയാം. കാരണം ഒരുപാട് കാലമായി ഈ വായിക്കലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഇപ്പോഴാണ് എന്തിനാണ് ഇത്രയും ആഴത്തിൽ പഠിച്ച. ഒരു ദിവസമൊക്കെ ഇന്ന് രാത്രി വായിക്കാതിരുന്നിട്ട് രാവിലെ ബാങ്ക് കൊടുക്കണ വരെയൊക്കെ വായിച്ചിരിക്കും, ഉറങ്ങാൻ പോലും വരാതെ. അത്രയ്ക്കും അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നല്ല. അപ്പോൾ ഒരു ഫോണിലാണെങ്കിലും ഒരു പാട്ട് കഥ അങ്ങനെയുള്ളതൊന്നും കേൾക്കാതെ ഇങ്ങനെ ഇതുപോലുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും മാത്രമേ കേൾക്കുകയുള്ളൂ. അപ്പോൾ ഞാനൊക്കെ കുറച്ച് സമയമുണ്ട്, എനിക്ക് പാട്ടൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എന്നോട് പറയാം, എന്തെങ്കിലും പോയി പഠിച്ചുകൂടെ, അല്ലെങ്കിൽ പേപ്പർ വായിച്ചുകൂടെ. അങ്ങനെ ഇപ്പോഴാണ് മനസ്സിലായത് എന്തിനാണത് ഇത്ര ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ ഇപ്പോൾ ഈ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എത്രത്തോളം ഇവരൊക്കെ വായിക്കുന്നുണ്ട്, ഞാനൊക്കെ എത്ര ചെറുതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് എന്തൊക്കെയോ കഴിവുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കണമല്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചുണ്ട് എന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒന്നുമല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുപോലെ അപകർഷതാബോധം എന്ന് നേരത്തെ സാറ് പറഞ്ഞ കാര്യത്തിൽ എനിക്കിതേപോലെ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പ്രസംഗമല്ല, എല്ലാവരുടെ അടുത്തും ഇതേപോലെ ചിരിച്ച് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അതെനിക്ക് കംഫർട്ടായിട്ടുള്ള സോണിലാണെങ്കിൽ ഞാൻ നല്ല സംസാരിക്കും, എല്ലാവരും ചിരിപ്പിക്കാനും തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ള. പക്ഷേ ഇതേപോലെ ഇങ്ങനെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും ഞാൻ ആദ്യമായിട്ട് കാണാം. ഇവിടേക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് വൈബ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ ഈ ഒരുങ്ങിയിരിക്കുക, ഉച്ചയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാനില്ല. അപ്പോൾ നിങ്ങൾ പോയിക്കോ, ഞാനില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഒരുങ്ങി, ഞാൻ വരും, വണ്ടിയായിട്ട് വരണമെന്ന് പറഞ്ഞു. അവർ വന്നപ്പോഴും ഞാനും ഒരുങ്ങിയിട്ടില്ല. ഈ വന്നാൽ മതി, അവിടെ ഒന്ന് ഇരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോഴും എന്നോട് പറഞ്ഞു, ഈ അവിടെ ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷേ ഈ വാതിൽ കൊണ്ട് കടന്നു വന്നപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് വൈബ്. സാറ് ഞാൻ ഈ വീഡിയോയിൽ ഒരു പ്രസംഗ റെക്കോർഡൊക്കെ ഞാൻ കാണലുണ്ട്. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് മൈൻഡ് ഇങ്ങനെ മുഖത്തുനിന്ന് ഇങ്ങനെ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇനിയും വരണം എന്നുള്ളൊരു കാരണം എനിക്ക് എന്നെ തന്നെ മാറ്റിയെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഇങ്ങനെ ചെറിയ കാര്യത്തിൽ പോലും വിഷമിക്കുന്ന ഒരാളാണ്. ചെറിയ കാര്യങ്ങൾക്ക് എൻ്റെ കാര്യമൊന്നുമല്ല, പുറത്ത് ആരെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി ഞാൻ വിഷമിക്കും, കാര്യം അന്നത്തെ ദിവസം മുഴുവൻ അതിൻ്റെ പേരിൽ പോവുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴും കുറേ ഇത് സംസാരിക്കുക മാത്രമല്ല, ഞങ്ങളൊക്കെ സംസാരിക്കണ കേൾക്കുമ്പോഴും ഒരുപാട് അറിവുകൾ കിട്ടുകയല്ലേ. അപ്പോൾ കുറച്ചും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചും കൂടെ അല്ല, കുറച്ച് അധികമായിട്ട് പഠിക്കണം. അല്ല ഇനി വരണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് 2 ദിവസം ലീവ്, അവർക്ക് ഒരു ദിവസം ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം വരുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഒരുക്കാണ് രാവിലെ മുതൽ. അപ്പോൾ ഞാൻ പറയും, കുറച്ച് നേരം ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ഇവിടെ ഇരുന്നൂടെ, വീട്ടിൽ ഞങ്ങളെല്ലാവരും മക്കളും ഞാനും ഉണ്ട്, കുറച്ച് നേരമെങ്കിലും ഞങ്ങളുടെ കൂടെ ഇരുന്നൂടെ. എങ്ങോട്ടോ വല്ല ഡൽഹി പോകണ ടൂറ് പോകണ പോലെ ഒരുക്കം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോലെ തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, ഒരു പ്രസംഗം പഠിക്കാനല്ലേ ഈ പോണത്, ഈ ക്ലാസ്സിൽ ഇപ്പോൾ എത്ര വിത്ത് എന്താ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴേ ഈ പ്രസംഗം മാത്രമല്ല, പഠിക്കൽ മാത്രമല്ല, പാട്ടുണ്ട്, കഥ ഉണ്ട്, കളികളുണ്ട്.
ഇതിൽ കൂടെ പ്രസംഗം മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ നമ്മൾ അറിയാതെ തന്നെ പഠിച്ചു പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ചൊക്കെ അറിവുണ്ട് എന്ന് വിചാരിച്ചിരുന്നാണ്. ഇപ്പോഴാണ് ഞാൻ സീറോയിലാണ് കിടക്കണമെന്ന് മനസ്സിലായത്. ഒരു വീട് റൂം മൊത്തം ലൈബ്രറി വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇയാൾക്ക് എന്തിനാ ഭ്രാന്താണ്, ഒരു വീട് മൊത്തം ലൈബ്രറി, ഒരു റൂം, ചുമര്. ഇപ്പോൾ അതേപോലെ ഒരു ചുമര് മൊത്തം ഞാൻ ഇങ്ങനെ ആക്രിക്കാർ വരുമ്പോൾ പറയാം പഴയ ബുക്കെല്ലാം കൊടുക്കുക, ഒന്നും കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാം, ഇപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, ഇതൊക്കെ ഇതിനായിരുന്നു, ഒരുപാട് അറിവുകളുണ്ടെന്നിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ വായിക്കാം, നിൽക്കും ഇങ്ങനെ ബുക്ക് കൊടുന്നു തരും, ഇതൊന്ന് വായിച്ചു നോക്കുക, ഇത്ര കട്ടി ഉണ്ടാവും, അത് കാണുമ്പോൾ തന്നെ തല അങ്ങനെ പെരുക്കും. അത് 2-3 ദിവസം കൊണ്ട് ഒക്കെ വായിച്ചു തീർക്കും. ഞാനാണെങ്കിൽ അത് തലക്ക് വെച്ച് കിടക്കുകയുള്ളൂ. അത്രക്കും വായനയുടെ പ്രാധാന്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ ആവും നിങ്ങൾ ഓരോരുത്തരും. കാരണം ഓരോരുത്തരുടെ പ്രസംഗം കേൾക്കുമ്പോഴും ഇത്രത്തോളം അറിവുള്ള ആൾക്കാരാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു പോവാണ്. അപ്പോൾ ഇതേപോലെ ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷം എന്തായാലും.